ചെട്ടിയങ്ങാടി തെരുവേദിയിൽ വെച്ചാണ് അരുംകൊല ചെയ്യപ്പെട്ടത്. ഇന്നോളം ഇത്ര സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ ഇങ്ങനെ അരുംകൊല ചെയ്യപ്പെട്ടിട്ടില്ല. CPIM-ന്റെ സാധാരണ പ്രവർത്തകരും അംഗങ്ങളും അനുഭാവികളും ഉൾപ്പെടെ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ വരെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് വിധേയരാകേണ്ടി വന്നത് അസംഖ്യമാണ്. ഈ തൃശൂർ ജില്ലയിൽ തന്നെ ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമെല്ലാം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൗഢമായ പ്രോജ്വലമായ സ്മരണകൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കലിംഗ് സംവാദം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാട് വലിയ പ്രചാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം നൽകിയുണ്ടായി. നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ പുള്ളിൽ നടത്തിയൊരു കലിംഗ് സംവാദം, അതിൽ അദ്ദേഹത്തോട് തനിക്കൊരു വീട് നിർമ്മിച്ച് നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടൊരു വയോവൃദ്ധൻ, അദ്ദേഹത്തിന്റെ പേര് തയ്യാട്ട് കൊച്ചുവേലായുധൻ എന്നാണ്, അദ്ദേഹം നൽകിയ നിവേദനം ആ കവറൊന്ന് തുറന്നു വായിക്കുക പോലും ചെയ്യാതെ കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു ഇതൊന്നും MP-യുടെ പണിയല്ല എന്ന്. ഒരു കൈത്തെറ്റായിരുന്നു അദ്ദേഹത്തെ ജയിപ്പിച്ചത് എന്ന് ആ പ്രതികരണത്തിലൂടെയും മറ്റ് പ്രതികരണങ്ങളിലൂടെയും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അപമാനിതനായ ആ മനുഷ്യന് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ച പാർട്ടിയുടെ പേര് CPIM എന്നാണ്. സഖാവഴീക്കോടന്റെ പാർട്ടി നിസ്വർഗത്തിന്റെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമുക്കെതിരായി ഒരുപാട്
ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് CPIM-ന് ആവശ്യമുണ്ട്. അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, സമരം ചെയ്യാൻ, പോരാടാൻ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ളത് ഈ പാർട്ടിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തേക്കിങ്കാട് മൈതാനിയിൽ നിറഞ്ഞ പതിനായിരങ്ങൾ എന്നുകൂടി സാഭിമാനം ഇവിടെ ഓർമ്മിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ MP ഗോവിന്ദൻ മാഷെ സാദരം ക്ഷണിക്കുന്നു. രക്തസാക്ഷി ദിനാചരണത്തിൻ്റെയും ഭാഗമായി ഒത്തുചേരുന്നു. അവർ വായിച്ചതിൻ്റെ, പഠിച്ചതിൻ്റെ, മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്യപൂർവമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാണ് അഴീക്കോടൻ രക്തസാക്ഷിത്വമെന്ന് അവർ തിരിച്ചറിയുന്നു. കേരളത്തിൽ നടക്കുന്ന അഴീക്കോടൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന നാട് അദ്ദേഹം അവസാന ശ്വാസം വരെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, നമ്മുടെ ജനതയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ അവസാന ശ്വാസം ഇവിടെയാണ് അവസാനിച്ചത്. ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലാണ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം, വോളണ്ടിയർ മാർച്ച്, ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുക. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏകോപന സമിതിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രം ആവർത്തിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അഴീക്കോടൻ്റെ സംസ്കാര ചടങ്ങിൻ്റെ മുന്നോടിയായിട്ട് വന്ന തൃശ്ശൂരിൽ നിന്ന് KSRTC ബസ്സിൽ പ്രത്യേകം തയ്യാറാക്കിയ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ടാണ് അവിടെ എത്തിച്ചത്. എനിക്ക് അത്രയൊന്നും അഴീക്കോടനെ പറ്റിയോ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയോ വേണ്ടത്ര മനസ്സിലാക്കുന്ന ഒരു ഘട്ടമായിരുന്നില്ല, ചെറുതായിരുന്നില്ല. അഴീക്കോടനെ ആ തലത്തിൽ കൊലപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ആ സംഭവത്തിൻ്റെ ആഘാതം അസുഖം പിടിച്ചു കിടക്കുന്ന സഖാവ് CH കണാരനെ അരട്ടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ CH കണാരനെ എത്രയോ കാലം കൂടി ജീവിക്കുമായിരുന്നു എന്നാണ് എൻ്റെ. ഇരട്ടകളെ പോലെ വേർപിരിയാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് കൃഷ്ണപിള്ളയുടെ സംഘടനാ പാഠകത്തോടുകൂടി മുന്നോട്ടേക്ക് പോയ സഖാവ് CH കണാരൻ അതിൻ്റെ ഒപ്പം തന്നെ വളർത്തിയെടുക്കാൻ CH തന്നെ മുൻകൈയെടുത്ത സഖാവ് അഴീക്കോടൻ്റെ ആകുന്നത്. 72 ഈ രണ്ട് നേതാക്കളും നമുക്ക് നഷ്ടമായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അപവാദ പ്രചരണങ്ങളിലൂടെ എങ്ങനെയാണ് നേതൃത്വത്തെ ജനങ്ങളുടെ മുമ്പിൽ പരിഹസിക്കുക, അപഹസിക്കുക, ഒറ്റപ്പെടുത്തുക എന്നതിൻ്റെ മാധ്യമ ശൃംഖലയുടെ ഇന്നത്തെ പോലെയൊന്നും അല്ലെങ്കിലും അന്ന് വളരെ പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ ഇവിടെ ജോസഫ് പറഞ്ഞതുപോലെ എഴുതി അഴീക്കോടൻ രാഘവനല്ല അഴിമതിക്കോടൻ രാഘവനാണ്. നക്സലൈറ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്ന ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ മാത്രമല്ല ലോകത്ത് തന്നെ തീവ്രവാദ നിലപാടുകൾ അതിശക്തിയായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും പാർട്ടിയെ ബാധിക്കുന്ന സാഹചര്യം വന്നപ്പെടുന്നു. നക്സലൈറ്റ് വിഭാഗത്തിന്റെ ഒപ്പം നിരവധിയായ പാർട്ടി കേഡർമാർ ചിഹ്ന ഭിന്നമായിട്ട് മാറിപ്പോയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും അതിന്റെ രാഷ്ട്രീയത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഉറച്ച് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ
പ്രധാനപ്പെട്ട പങ്കുവഹിച്ച രണ്ട് നേതാക്കളാണ് സി. സുഗതനും അതുപോലെ തന്നെ അഴീക്കോടനും. അതിന്റെ ചരിത്രം ആവർത്തിക്കാനല്ല